ഈ പ്രലോഭനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കണമെന്ന് ആദ്യത്തെ സച്ചിനെക്കുറിച്ച് നമ്മൾ പറയുന്നു, സച്ചിൻ ദൈവമാണെന്ന് പോലും പറയുന്ന ആൾ. നമ്മൾ അറിയാതെ ചില കെണികളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. വസിച്ചാലും നാഥ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയിൻ ബ്രേക്ക് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ബ്രേക്ക് ചെയ്യപ്പെടേണ്ട ചില ചെയിൻസൊക്കെ ഉണ്ടോ? നിങ്ങൾക്കൊന്ന് പരിശോധിക്കണം കേട്ടോ. ഈ കേൾക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരും. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, തൊട്ടടുത്ത് ഈശോ ഉണ്ട്. കാരണം ഈശോയുടെ നാമത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. അതുകൊണ്ട് കൂടെയുള്ള ദൈവത്തെ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ചാലോ? കരങ്ങൾ കൂപ്പാം. ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇതെത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ, കൃപ തരണമേ. മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും തരുന്നു. സഹായിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു പ്രലോഭനം, നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു. അവസാനമാണ് നമ്മൾ പറഞ്ഞത് ചെയിൻ ബ്രേക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. നമ്മൾ സുവിശേഷയിൽ കടന്നു പോകുമ്പോൾ ഈശോ തൻ്റെ പരസ്യജീവിതത്തിന് മുൻപായിട്ട് 40 ദിവസം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഒടുവിൽ പ്രലോഭകൻ വന്ന് ഒരു 3 തരത്തിലുള്ള പരീക്ഷകളിലൂടെ ഈശോ കടന്നു പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കരുത് ഈശോയ്ക്ക് ഈ 3 പരീക്ഷകളെ ഉണ്ടായിരുന്നു എന്ന് ധരിക്കരുത്. കാരണം അവിടുന്ന് കുരിശിൽ കിടക്കുമ്പോൾ പോലും അവസാന നിമിഷവും ഈ പ്രലോഭനമുണ്ട്. അവസാന നിമിഷവും ഈശോയുടെ ദൗത്യത്തിൽ നിന്ന് ഈശോയെ പിന്തിരിപ്പിക്കാനുള്ള അവസാന വട്ടശ്രമവും പിശാച് നടത്തുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ നീ ഞങ്ങളെ രക്ഷിക്ക് എന്ന് ആ കള്ളനിലൂടെ പറയുന്നുണ്ട്. അവസാന നിമിഷവും ട്രൈ ചെയ്യുകയാണ്. നമ്മുടെ ഈ ചില സമയത്ത് നമ്മൾ പറയാറില്ല, നീ ആണാണെങ്കിൽ ചെയ്യണമെന്നൊക്കെ ചിലർ പറയുമ്പോൾ നമ്മൾ ചെയ്തു പോകത്തില്ലേ? നിങ്ങൾ ഓർമ്മയുണ്ടാവും, ഈ വേൾഡ് കപ്പിൽ ഇറ്റലിയും ഫ്രാൻസും തമ്മിലുള്ള വേൾഡ് കപ്പിൽ സിദാൻ വളരെ ഫോമിൽ നിൽക്കുന്ന സമയത്ത്, സിനദീൻ സിദാൻ ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഫൈനൽ മത്സരത്തിൽ അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ്. ആ സമയത്ത് മറ്റരാസി എന്ന് പറയുന്ന ഒരു കളിക്കാരൻ ഈ സിദാനെ വല്ലാതെ പ്രകോപിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടു, വളരെ ഫേമസ് ആയ കളിക്കാരൻ, അദ്ദേഹം തലകൊണ്ട് ഇവനെ ഇടിച്ച് താഴെയിടുന്ന രംഗം നമുക്ക് ഓർമ്മയുണ്ട്. ഇതോടുകൂടി ആ ഒരു പ്രലോഭനത്തിൽ പെട്ടുപോയതോടുകൂടി അദ്ദേഹം ആ കളിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ്. അവസാനം വളരെ ദയനീയമായിട്ട് ഈ രാജ്യം കളിയിൽ പരാജയപ്പെടുമ്പോൾ എല്ലാവരും ഈ സിദാനെ പറയുകയാണ്, ആ ഒരു അല്പനിമിഷം കൂടെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ, ലാസ്റ്റ് മിനിറ്റ് വരെ. അത് എപ്പോഴും ഈ പ്രലോഭനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വീണ് പോകുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ഈശോ 3 വ്യത്യസ്തങ്ങളായ പ്രലോഭനത്തിൽ കൂടെ കടന്നുപോയി. ആദ്യം ഈശോ അടുത്ത് ഈ പ്രലോഭം എന്ന് പറയുകയാണ്, നീ കല്ലുകളോട് അപ്പമാവാൻ പറയൂ. ഈശോയ്ക്ക് അറിയാം, ഈശോയ്ക്ക് ഇത് സാധ്യമാണ്, ഇത് സാധ്യമായിരിക്കുകയാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. നിനക്ക് വിശക്കുന്നില്ലേ? അപ്പം എന്തൊരു കെയറിങ് ആണെന്ന് നോക്കണേ. നമ്മുടെ കാര്യത്തിൽ, ഈശോയുടെ കാര്യത്തിൽ പിശാചിന് എന്തൊരു കെയറിങ് ആണ്. നിനക്ക് വിശക്കുന്നില്ലേ? നീ ഭക്ഷണം ഇത്രയും ദിവസങ്ങളായി. ഭയങ്കര കരുണയോടുകൂടി സഹതാപത്തോടു കൂടിയൊക്കെ ഒന്ന് പറയുകയാണ്. പക്ഷേ ഈശോ വളരെ മനോഹരമായിട്ട് പറയുന്ന ഉത്തരമുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ഈ അപ്പമല്ല ഏറ്റവും പ്രധാനം, അവൻ ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നുള്ളൊരു വചനം പറഞ്ഞുകൊണ്ട് ഈശോ അതിനെ പരാജയപ്പെടുത്തുകയാണ്. വീണ്ടും ഈശോയെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുന്നു, നീ ഈ മോളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ 91-ാം സങ്കീർത്തനം ഈ സാത്താൻ കോട്ട് ചെയ്ത് പറയുകയാണ്, നിന്നെ മാലാഹമാർ താങ്ങിക്കോളും. നീ ഒന്നോർത്ത് നോക്കി, നീ ഇങ്ങനെ ചാടി വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നു, മാലാഹമാർ നിന്നെ വളരെ ഒരു കുഴപ്പവും കൂടാതെ ലാൻഡ് ചെയ്യുന്നു, ആൾക്കാരെല്ലാം നിന്നെ വളരെ വിസ്മയത്തോടെ നോക്കും, നിനക്ക് എളുപ്പത്തിൽ നിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാം, നീ വളരെ ഫേമസ് ആവും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ്. ഈശോ പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറയുന്നു. വീണ്ടും കൊണ്ടുപോയി ഈ രാജ്യങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, ഇത് മുഴുവൻ നിനക്ക് തരാം. വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നു ഈ 3
സംഭവങ്ങളിലൂടെ നമ്മൾ ഇതിനകത്ത് നിന്ന് 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുക്കുകയാണ്. ഒന്ന്, ഈശോ ആദ്യത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, വചനം കൊണ്ട് കൂടിയാണ്. ദൈവവചനം നമുക്ക് അത്യാവശ്യമാണ്. നമുക്കറിയാം, ഈ ബൈബിളിലെ ഏറ്റവും വലിയ സങ്കീർത്തനം ഏതാണ്? ഓർമ്മയുണ്ടോ? ബൈബിൾ മറിച്ച് നോക്കിയിട്ടുണ്ടോ? സങ്കീർത്തനങ്ങൾ ഏറ്റവും വലിയ സങ്കീർത്തനം ഏതാണ്? ചിലർക്കറിയാം, 119 സങ്കീർത്തനമാണ്. മനോഹരമായ സങ്കീർത്തനമാണ്. ഇത്തിരി വലുതാണെങ്കിലും മനോഹരമാണത്. അതിലൊരു വചനം ഇങ്ങനെ നമ്മൾ പറയുന്നത്, കർത്താവെ, ഞങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ആവശ്യ സമയത്ത് ഇത് പുറത്തു വരും. ഉദാഹരണത്തിന്, നമ്മൾ ഒരു തിന്മയായിട്ടുള്ള ഒരു ജഡിക പ്രലോഭനം വരികയാണെങ്കിൽ ഈ വചനം ഉള്ളിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വചനം കടന്നു വന്ന് ഇതിനെ ബ്ലോക്ക് ചെയ്യും. ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ വീണ് പോകും. നമുക്ക് ഒരു ആയുധമില്ല. നമ്മൾ എഫേസോസ് ലേഖനത്തിൽ പറഞ്ഞു, ഒരു ആത്മീയ സമരത്തിലാണ് നമ്മൾ മറന്നു പോകരുത്. വിശ്വാസ ജീവിതത്തിൽ നമ്മളെപ്പോഴും നമ്മുടെ ആത്മാവിനെ നോട്ടമിടുന്ന ഈ ആദ്യത്തെ മാർപ്പാപ്പ പറഞ്ഞതുപോലെ, നമ്മുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റിനടക്കുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കണമെന്ന് ആദ്യത്തെ മാർപ്പാപ്പ നമുക്കൊരു വാർണിംഗ് തരികയാണ്. നമ്മൾ ഭയപ്പെടരുത്, പക്ഷേ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം, വളരെ കെയർഫുൾ ആയിരിക്കണം. ആരിലൂടെയും എടുത്ത് കടന്നു വരാം. ഈശോയുടെ കൂടെ നടന്ന പത്രോസിഹായിലൂടെ പോലും ഈശോ തൻ്റെ പീഡാസനത്ത് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങ് അത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നിവർ തടഞ്ഞപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, ഈ പത്രോസിലൂടെ സംസാരിക്കുന്നത് ഇത് നല്ല കാര്യമല്ലല്ലോ. ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് മാറി നിൽക്കുക, നീ എനിക്ക് പ്രതിബന്ധം സൃഷ്ടിക്കരുത്. കാരണം ഈ പറഞ്ഞത് ദൈവിക കാര്യമല്ല നീ പറഞ്ഞത്. നിരന്തരം ദൈവ വഴിയിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാൻ, വ്യതിചലിച്ച് വിടാൻ, ട്രാക്ക് മാറ്റിവിടാൻ നിരന്തരമായൊരു ശ്രമം സാത്താൻ നടത്തുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതായത് വിശ്വാസ ജീവിതം നമ്മൾ 7ാം ക്ലാസ്സിലാണെങ്കിൽ പോലും മക്കളെ, നമ്മളൊരു ട്രാൻസിഷൻ പീരീഡിലേക്ക് കടക്കുകയാണ്. ചിന്തിക്കാനും കാര്യങ്ങൾ തനിയെ ചെയ്യാനുമുള്ള ഒരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയുന്ന കാര്യം എന്താണ്? എപ്പോഴും നമുക്ക് ട്രാക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടന്നില്ല എങ്കിൽ നന്മയുടെ രൂപത്തിൽ, നിങ്ങൾക്കറിയാം, നമ്മൾ ഈ കാർട്ടൂൺസും കാണുമ്പോൾ നന്മയുടെ രൂപത്തിൽ വളർന്ന് വളരെ വിദഗ്ധമായിട്ട് നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. വചനം വായിക്കണം, വചനം ഭക്ഷിക്കണം എന്ന് പറയും. വചനം വായിച്ച് ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഗുണമെന്താണ്? ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തും. ഈശോ പറഞ്ഞ എൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നമുക്ക് വലിയ ശക്തി തരും, വലിയ ധൈര്യം തരും. അടുത്ത കാര്യം നമ്മൾ ആരാധനയെക്കുറിച്ചാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ മാധ്യമങ്ങളെ കണ്ടതാണ്, ഈ യുവാക്കൾ ഫിലിം സ്റ്റാർസിൻ്റെ വലിയ കട്ടൗട്ടൊക്കെ വിളിച്ച് അതിൻ്റെ മുകളിൽ പാൽ ഒഴിക്കുന്നു. അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസിൻ്റെ പേരിൽ ആരാധനാ ആലയങ്ങൾ പണിയുന്നു. അവരെ സംബന്ധിച്ച് ഇവർ ആരാധ്യനാണ്. സച്ചിനെക്കുറിച്ച് നമ്മൾ പറയുന്നു, സച്ചിൻ ദൈവമാണെന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അതൊരു ആരാധനയെ മാറി. എന്തിനേറെ പറയുന്നു, നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ചീഫ് ഗസ്റ്റിനെ പറയാറുണ്ട്, ആരാധ്യനായ മേയർ, ആരാധ്യനായ മന്ത്രി എന്നൊക്കെ വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് തെറ്റുപറ്റി പോകുന്നതാണ്. കാരണം ആരാധന മനുഷ്യനുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്. ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പൂജിക്കേണ്ടതാണ്. അറിയാതെ നിങ്ങളുടെ 7-8 പ്രായത്തിലേക്ക്, അതിലൊന്നും പോകേണ്ട, അതിനു മുമ്പ് തന്നെ അറിയാതെ ചില വ്യക്തിബന്ധങ്ങളിലേക്ക് നമ്മൾ വീണ് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. ചില റിലേഷൻഷിപ്പിലേക്ക് വീണു, അറ്റാച്ച്മെൻറ്റ്സിലേക്ക് വീണ് പോകും. അറിയാതെ ഈ വ്യക്തികൾ ഇവരുടെ ഉള്ളിൽ വലിയൊരു സ്ഥാനം ലഭിക്കുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ആരാധന, ദൈവത്തിനുള്ള സ്ഥാനം പതുക്കെ നഷ്ടപ്പെടുന്നു. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ആരാധന മാറിപ്പോകുന്നു. അപ്പോൾ ബേസിക്കായിട്ട് മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ്, ആരാധിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല ഈ ആരാധന ദൈവത്തിനുള്ളതാണെന്ന് മറന്നു പോകരുത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ കേട്ടു. ഒന്ന്, വചനം നമുക്ക് ശക്തി നൽകുന്നത് കേട്ടു. 2, ആരാധന ആർക്കാണെന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിനുള്ള ആരാധന. അപ്പം നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ ഹൃദയത്തേക്ക് ഒന്ന് പരിശോധിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, യേശു ഒരിക്കലും കുറുക്കു വഴികൾ സ്വീകരിച്ചിട്ടില്ല. യേശു കുരിശിൻ്റെ വഴിയാണ് സ്വീകരിച്ചത്. സത്യത്തിൽ ഈ കുരിശിൻ്റെ വഴി അധികം നല്ല സുഖമുള്ള വഴിയല്ലല്ലോ, അത് ഇടുങ്ങിയ വഴിയാണല്ലോ, വീതി കുറഞ്ഞ വഴിയാണല്ലോ. എപ്പോഴും നമുക്ക് ആഗ്രഹം വിശാലമായ വഴിയും സുഖകരമായ കാര്യങ്ങളുമാണ്.
പക്ഷേ ഈശോ ഓപ്റ്റ് ചെയ്ത് എന്താണ്? കുരിശിൻ്റെ വഴി. കുരിശിൻ്റെ വഴിയിൽ എന്തൊക്കെ പ്രത്യേകത? അവിടെ ബുദ്ധിമുട്ടുണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരും. പക്ഷേ എന്നിരുന്നാലും എപ്പോഴും ഈ എളുപ്പ വഴി തേടുന്നത്, ഷോർട്ട് കട്ട് തേടുന്നത് നല്ല കാര്യമാണോ എന്ന് പരിശോധിക്കണം. കാരണം നമ്മൾ അറിയാതെ ചില കെണികളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർ ഈ ലോട്ടറി എടുക്കുന്നവർ, നിരന്തരം എടുക്കുന്നവർ അറിയാതെ പെട്ടെന്ന് അധ്വാനിക്കാതെ രക്ഷപ്പെടാനുള്ള മാർഗം തേടുകയാണ്, വഴികൾ തേടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ വരുമ്പോൾ എളുപ്പം കാര്യം നടക്കാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാകും. പക്ഷേ അവിടെ വളരെ സൂക്ഷിക്കണം, തെറ്റിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പം അതുകൊണ്ട് ഈ യേശുവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഇത് നമുക്കും ബാധകമാണെന്നും പ്രലോഭനങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിത അന്ത്യം വരെ നിരന്തരം ദൈവ വഴിയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തിന്മ നടത്തിക്കൊണ്ടേയിരിക്കുമെന്നും നിരന്തരം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്നുമുള്ള പാഠം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹായിക്കുവാൻ ഈശോയുടെ ഈ ഒരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ഈശോ പ്രലോഭനത്തെ ജയിച്ചതുപോലെ ഈശോ പറയുകയാണ്, ഞാൻ ജയിച്ചതുപോലെ നിനക്കും സാധിക്കും, ഞാൻ നിന്നെ സഹായിക്കും, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും, ഉറപ്പായിട്ടും ഇതിനെ അതിജീവിക്കുവാനുള്ള കൃപ ഞാൻ നിനക്ക് തരും എന്നാണ് ഈശോ നമ്മുടെ അടുത്ത് പറയുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. നമുക്ക് ടെംപ്റ്റേഷൻസ് ഉണ്ടാകും, പ്രലോഭനമുണ്ടാകും. ആ നിമിഷം എൻ്റെ ഈശോയെ എന്നൊരു വിളിക്കണം. അനേക വിശുദ്ധരുടെ മാതൃക അവർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, അവർ 3 നന്മോർജരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എന്തിന്? ജീവിത വിശുദ്ധിക്ക് വേണ്ടി. ഈശോയുടെ വഴികളിൽ നിന്നും ദൈവ വഴികളിൽ നിന്നും മാറിപ്പോകാതിരിക്കുവാൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥത വഹിച്ചുകൊണ്ടൊരു 3 നന്മോർജരും പ്രാർത്ഥിക്കും. നമുക്കും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് യൗസേപ്പ് പിതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് മാതാവിനോട് ചേർന്ന് ഒരു 3 നന്മോർജോറിയം ജീവിത വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മരണം വരെ അശുദ്ധിയിൽ പെട്ടുപോകാതെ, കറ പറ്റാതെ ഞങ്ങളെ സഹായിക്കണമേ. ജ്ഞാനസ്നാനത്തിൽ നമുക്ക് കിട്ടിയ വെള്ള വസ്ത്രത്തിൽ അഴുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുക്കളയിൽ കൊമ്പസാരിച്ച് ഈ കറകളെ കഴുകിക്കളഞ്ഞ് ഈശോ വെണ്മയുള്ള വസ്ത്രത്തോടു കൂടി നിൻ്റെ പക്കൽ തിരികെ എത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റെഡിയാണോ? 1-2 ചെറിയ വർക്കുകൾ നമുക്ക് ചെയ്താലോ? ഒന്ന്, ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്ത് 3, 4, 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചെയ്യാനായിട്ടുള്ള പരിചിതമാണ്. ഈ 3, 4, 5 ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇത്തിരി പ്രയാസമാണെങ്കിലും സമയമെടുത്ത് ഈ 119 സങ്കീർത്തനം ഒന്ന് വായിക്കാൻ പറ്റുമോ? പതുക്കെ ഓരോ ദിവസവും കുറേശ്ശെ വായിച്ചാൽ മതി. ഒരു കാര്യം കൂടെ, 3 നന്മോർജരും മറന്നു പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകിച്ച് മാതാവിനോട് മാധ്യസ്ഥം തേടാം. അമ്മേ മാതാവേ, വിശുദ്ധിയിൽ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.